ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗ്രോ എ ഗാർഡൻ. അപ്പോൾ ഗായ്സ്, നമ്മൾക്ക് ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കളിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ഗായ്സ്, എൻ്റെ ക്യാപ്പായിരുന്നു. ഞാൻ വേറെ വല്ല വലിയ പ്ലാന്റ് ആയിട്ട്. പിന്നെ ഇവിടെ പഴമുണ്ട്, അവിടെ പൈനാപ്പിള്, പിന്നെ അത് കാക്ടസ്. പിന്നെ ഇത് മരുഭൂമിയല്ല, പക്ഷെ ഇവിടെ കാക്ടസ് ഉണ്ടാവും. ഇവിടെ എന്ത് നട്ടാലും ഉണ്ടാവും. പ്രത്യേക തരം ഭൂമിയാണ് ഗായ്സ്. ഇവിടെ പിന്നെ മൂൺലൈറ്റ് അടിക്കും അങ്ങനെ. പിന്നെ ഇവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ക്യാരറ്റാണ് വെച്ചത്. ഇത് ആപ്പിൾ ട്രീ. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവർ, റഫ്ലിഷ്യ, ബ്ലൂബെറി. പിന്നെ ഇത് എൻ്റെ ഡക്കാണ് ഗൈസ്. പിന്നെ ഇത് മുളയാണ്. പിന്നെ ഗൈസ് ഇത് കൂണാണ് ഗൈസ്. പിന്നെ ഇത് കോൺ. പിന്നെ ഇത് വലിയ മുള. ഇപ്പുറത്താണ് ഏറ്റവും വലിയ മുള. ഭയങ്കര വലിയ മുള വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗൈസ് അത് ഞാനെടുത്ത് വിറ്റു. പിന്നെ എനിക്ക് ഇത്ര പൈസ ഇട്ട് ചെയ്തിട്ടാണ്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. പിന്നെ ഇത് കോക്കനട്ടാണ്. പിന്നെ ഇത് പിക്ചർ പ്ലാന്റ്. സമ്മർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വരും, അപ്പോൾ കിട്ടണതാണ്. പിന്നെ നമുക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും നോക്കാം വലുതും വന്നിട്ടുണ്ടോ ഗൈസ്. അപ്പോൾ എല്ലാത്തെയും പോലെ സെയിം സാധനങ്ങൾ തന്നെയുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് അധികം വരാറില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മേടിക്കാം ഗൈസ്. പിന്നെ ഇത് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ ഗായ്സ്, ഒരു തേങ്ങ വന്നിട്ടില്ല. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾക്ക് വേറെ ആരാ കൊണ്ടാണ് ഫസ്റ്റ് നിൽക്കണേ? സാധാ ഞാനാണ് ഫസ്റ്റ് നിൽക്കാറ്. എനിക്ക് 1.8 ബില്യൺ ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ കാണാം. പിന്നെ ഇത് നമ്മുടെ ചില്ലിയാണ് ഗായ്സ്. പിന്നെ അതാണ് കൂൺ. നമുക്കൊരു കൂൺ പൊട്ടിക്കാം. പിന്നെ നമുക്ക് ഈ നമ്മൾ മേടിച്ച സീഡ് ഇവിടെ നടാം ഗൈസ്. ഈ സീഡ് നമുക്ക് ഇവിടെ എൻ്റെ ഓൾറെഡി ഉണ്ട്, വേണ്ട നമുക്ക് ഇവിടെ നടാം. എൻ്റെ കഴിയാറായത്. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചു, പക്ഷെ സ്റ്റോക്ക് തീർന്നു ഗൈസ്. അപ്പോഴേക്കും റീസ്റ്റോക്കായി. ഓക്കെ, ഇവിടെ മറ്റേ ഓറഞ്ച് ടുലിപ്സ് ഇങ്ങനെ മൂൺലൈറ്റ് അടിക്കും. പിന്നെ സണ്ണ് വരുമ്പോൾ ഇങ്ങനെ ബേൺഡാവും. പിന്നെ സൺഷൈൻ അങ്ങനെ തിളങ്ങും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കിട്ടും. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബീൻ സ്റ്റോക്കാണ്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് സാധനമെന്ന്. അപ്പോൾ ഇത് ബീൻ സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തൊരു പ്രത്യേക ടൈപ്പ് പ്ലാന്റ്സുകളുണ്ട്. അത് അയാളോട് ചോദിച്ചാൽ പറയും. ഞാൻ അപ്പോൾ ചോദിക്കുന്നില്ല, എന്തായാലും സമയം പോവാണ്. നമ്മളൊരു ഗെയിമിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇടാൻ നോക്കണത്. ഓക്കെ, അപ്പോൾ ആ ബീൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിവാർഡൊക്കെ കിട്ടും. ഓക്കെ ഗൈസ്, ഇവനാണ് ഏറ്റവും കൂടുതൽ പൈസ. യെസ്, നമുക്കിപ്പോൾ ചോദിക്കാം. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് എനിക്ക് പൈസ ഇത്ര ആയതല്ലാണ്ട് ഞാൻ എൻ്റെ ഗാർഡനിൽ നിർത്തി വിറ്റിട്ടൊന്നല്ല. അത് വേറെ കാര്യം. ഓക്കെ, ഈ പെണ്ണിനോടും കൂടി ചോദിക്കാം. യെസ്, ഇതും അല്ല തരുന്നില്ലൊന്നും. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും കാര്യമില്ല, അവൾ പോയി ഗൈസ്. ഗെയിമിൽ നിന്ന് ലെഫ്റ്റായി പോയി. ഓക്കെ ഗൈസ്, ഇവനോട് ചോദിച്ചിട്ട് ഗൈസ് കാര്യമില്ല. ഒന്നുകൂടി വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. നമുക്കപ്പോൾ എന്തെങ്കിലും പൊട്ടിച്ച് വിൽക്കുകയൊക്കെ ചെയ്യാം ഗൈസ്. ഇത് ബോറടിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം. നമുക്ക് ഇവനോട് ചോദിക്കാം ഗൈസ്. ഇവന് നല്ല പൈസയുള്ള എൽഡർബി എന്ന് പറഞ്ഞിട്ട് ഗൈസ് നമുക്കിവിടെ എന്തോ ഗൈസ് ഇത് ഗൈസ് പെട്ടു ഗൈസ്. ഞാൻ പെട്ടു ഗൈസ്. എനിക്ക് അനങ്ങാൻ പറ്റില്ല ഗൈസ്. ഇനി എന്താ ചെയ്യുക ഗൈസ്? എന്തോ നമ്മൾക്ക് പെട്ടു ഗൈസ്. നമ്മൾക്ക് ഇനി റീസ്പോൺ ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ വെറുതെ ഓരോന്നൊക്കെ പിടിച്ച് ഗൈസ്. നമുക്കിത് പൈസ കൊടുത്ത് റോബ്ലോക്സ് മേടിച്ച് റോബ്ലോക്സ് കളിക്കാൻ പറ്റും. ഞാൻ കടഞ്ഞിരിക്കും ഗൈസ്. നമുക്കപ്പോൾ പഴഞ്ഞ ഇതുവരെ പൊടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പൊട്ടിക്കണില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് റിയൽ ആയിട്ടൊന്ന് കളിച്ച് ബീൻ സ്റ്റാൾക്കിലൊക്കെ മുകളിൽ കയറാം. ഞാൻ അതിൽ 2-3 പ്രാവശ്യം കയറിയിട്ടുണ്ട്. അപ്പം എൻ്റെ വിചാരം ഞാൻ മാത്രം അതിൽ കയറിയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഒരാളിനോട് ചോദിച്ച് പറയാം 11 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഇതാണ് കൂൺ. നമുക്ക് ഒരെണ്ണം പൊട്ടിക്കാം. ഏത് പൊട്ടിക്കുക ഗൈസ്? അത് കുഞ്ഞത് ഗൈസ്. എന്നാൽ ഞാൻ എന്തായാലും പൊട്ടിക്കുന്നില്ല. ഇത് പൊട്ടിക്കുകയാണെങ്കിൽ നടുക്കത്തെ പൊട്ടിക്കാൻ തോന്നുന്നു ഗൈസ്. ഗൈസ്, ഞാനത് പൊട്ടിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങനെ ചാടി പോവാം സ്പേസിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫ്രണ്ടായിട്ട് നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റും. പിന്നെ ആർക്കാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും.
നമ്മളിങ്ങനെ ഗിഫ്റ്റ് നമ്മളിങ്ങനെ ഇത് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ എടുത്തു പോയി നിൽക്കും, പറയാണ്ട് ഈ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടും ഗൈസ്. സ്പൂണിന് നല്ല വില കിട്ടുന്നുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ പക്ഷേ മറ്റേ ഡെഫോഡിയിൽ അങ്ങനെ എന്ത് സാധനത്തിൻ്റെ സീഡ് മേടിച്ച 8899 ഗൈസ്. ഒരു തൂണി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 900 ആവും ഗൈസ്. 900 ലാക്ക് ഗൈസ്. ലാക്ക് വൺസ് 100,000 10,000 100,000 മില്യൺ അല്ലേ ഗൈസ്? മില്യൺ 10 മില്യൺ 100 മില്യൺ പിന്നെന്താ ബില്യൺ ഗൈസ്. 1 ബില്യൺ 800 ലാക്ക് 99,000 ലാക്ക് ഗൈസ്. എന്തോ കേസ് നമ്മൾ കുഞ്ഞത് മേടിച്ച ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും കുറേ ടൈമൊന്നും വെക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി കളി കളിക്കണോ അതോ ഞാൻ റോബ്ലക്സ് എന്തായാലും കയറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഏത് കളിയാണ് കളിക്കേണ്ടതെന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഗൈസ്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്ത് കളിയാണ് കളിക്കേണ്ടതെന്ന്. പിന്നെ നിങ്ങൾക്കിത് ബോറടിക്കുകയാണെങ്കിൽ നമുക്കിത് കളിക്കണില്ല ഗൈസ് എന്തായാലും. ഓക്കെ ഗൈസ്, എന്നെ വെട്ടിച്ച് 1 2 3 പേരായി ഗൈസ്. ഞാൻ ഏറ്റവും ലാസ്റ്റ്. ഇപ്പോൾ ആദ്യമൊക്കെ മില്യൺ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ബില്യൺ ആയിട്ടും ലാസ്റ്റാണ് ഗൈസ്. ഗൈസ് കണ്ട ഞാൻ പറഞ്ഞില്ലേ മൂൺലൈറ്റ് അതേപോലെയൊക്കെ വരുന്നു. അപ്പോൾ ഇത് ചുഴലിക്കാറ്റ്, ഇത് വിൻഡ് അങ്ങനെ എന്തോ സാധനമാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ വരും തണ്ടർ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് പൈസ കൂടുതൽ കിട്ടും. പക്ഷേ ഇതായിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയേക്കണത് കുഞ്ഞ് ഇപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റ് മുള വന്നതിലാണെങ്കിൽ തന്നെ അത് പിന്നെ വളരില്ല, പക്ഷെ പൈസ കിട്ടുന്നല്ല. ഓക്കെ, പിന്നെ എനിക്കൊരു വലിയ ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര വലുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴാണ് ആദ്യം വീഡിയോ എടുത്തത്. പക്ഷേ ഗൈസ് അതിന് എനിക്ക് സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ അതാണ് എൻ്റെ 1 2 പെറ്റ്സ്. പിന്നെ എന്തെങ്കിലും ഡിയർ ഞാൻ കാണിച്ചു തന്നതല്ലേ, ഡിയർ കൊടാമ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, കൊടയാന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലൈക്ക് ഷെയർ.